മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇന്ന് സുൽത്താൻ ബത്തേരിൽ സമാപിച്ച ഈ ലക്ഷ്യ യോഗത്തിൽ ഒരു വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. 80 സീറ്റുകളെന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ 100 സീറ്റ് വരെയായി ഉയർന്നു. ലീഗിലും ഈ ഒരു ആവേശം ഞാനിപ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളിലും മറ്റ് തയ്യാറെടുപ്പുകളിലും ലീഗിൻ്റെ അവസ്ഥ ഇവിടെയാണ്, പ്രത്യേകിച്ച് UDFിൻ്റെ കൂടെ ചേരുമ്പോൾ. ആദ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു മാധ്യമ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അങ്ങേ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും വലിയ കാലയളവൊന്നുമില്ല, ഒരു 2 മാസം പിന്നിട്ടാൽ നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം BJPയുമാണ് കാര്യമായി മത്സര രംഗത്തുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി നല്ല കോൺഫിഡൻസിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചു. അതിലേറ്റവും നല്ല മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങേക്കൊക്കെ അറിയാം. ഞങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടുന്നത് കേരളത്തിലെ വൻ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ കോർപ്പറേഷനുകളാണെങ്കിലും നഗരങ്ങളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലുമൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് നിലനിൽക്കുകയാണ്. അത് കേവലം ഒരു രാഷ്ട്രീയമായി ഒരു താൽക്കാലികമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനപ്പുറം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെ വികലമായ ഒട്ടേറെ നയങ്ങളോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട്. വികസന പദ്ധതികൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച കുറേ വികസന പദ്ധതികളുടെ പൂർത്തീകരണമാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനാലും അവർക്ക് ഏറെക്കുറെ അത് അവരുടേതാണെന്ന് അവകാശപ്പെടാൻ കഴിയാത്തവയാണ്. അത് ഏത് പദ്ധതികൾ എടുത്തു നോക്കിയാലും മാധ്യമ പ്രവർത്തക രംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങയെപ്പോലുള്ളവർക്കറിയാം ആരൊക്കെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇവർ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന വികസന പദ്ധതികളുടെയൊക്കെ തുടക്കക്കാരാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വികസന പ്രശ്നങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ജനം കേരളത്തിൽ വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ തന്നെ കേരളം കൈവരിച്ചിരിക്കുന്ന പുരോഗതി എന്താണ് എന്ന് വിലയിരുത്തപ്പെടാൻ അങ്ങേക്ക് കഴിയും. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്, ആ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന പതനം എന്താണ്. കേരളം 2 മേഖലയിലാണ് കേരളം ലോകത്തിന് ശ്രദ്ധിക്കപ്പെട്ടത്. ഒന്ന് വിദ്യാഭ്യാസ രംഗത്തും മറ്റൊന്ന് ആരോഗ്യരംഗത്തും. ആ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് തകർന്നു കിടക്കുകയാണ്. സിസ്റ്റം തകരാറിലായി എന്നൊരു വാചകം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതല്ല. ഒരു സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആവശ്യമായ സാമഗ്രികളില്ലെന്ന് ഈ ഡോക്ടർമാർ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ അറിയാം, മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഇത്രയും ഡോക്ടർമാരെ അനുവദിച്ചപ്പോൾ 4 ഡോക്ടർമാരാണ് ഈ ജില്ലയ്ക്ക് നൽകിയത്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇടപെടാൻ കഴിയുന്ന ഡോക്ടർമാർ നൽകാൻ പോലും കഴിയാത്ത വിധം ആരോഗ്യരംഗം തകർന്നു കിടക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഒരുപാട് പരാജയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ PM ശ്രീ പോലെയുള്ള കേന്ദ്ര പദ്ധതികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള CPM BJPയുടെ പദ്ധതികൾ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനുള്ള വലിയ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. സാമ്പത്തിക രംഗത്ത് എവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ് നിൽക്കുന്നത്? ഞങ്ങൾ വളരെ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. 1.5 ലക്ഷം കോടി രൂപ കടബാധ്യതയുള്ളപ്പോഴാണ് ഇടതുപക്ഷ മുന്നണി ഭരണം ഏറ്റെടുക്കുന്നത്. ആ കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് 6 ലക്ഷത്തോളം കോടി രൂപ കടബാധ്യതയിലാണ്. ആ കടബാധ്യത കേരളത്തിലെ ജനങ്ങൾ അത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ കാണുകയാണ്. അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ജനങ്ങളതൊക്കെ അറിയുന്നു. അതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് കേരളം എന്നും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഒരുപാട് മതേതര നന്മകൾ തകരുകയാണ്. ആ മതേതര നന്മകൾ തകരുന്നതാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ തെരുവുകളിൽ കാണുന്ന വർഗീയമായ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് വ്യാപകമായി നടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിഷയങ്ങൾ ചെറുതൊന്നുമല്ല.
ആ വിഷയങ്ങളിൽ വളരെ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം പോലും ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസകരമായ അവസ്ഥയുണ്ട്. ഭരിക്കുന്ന ഭരണകൂടം ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസപരമായി അവരുടെ ആരാധനാലയങ്ങൾ പോലും സംരക്ഷിക്കാൻ പ്രാപ്തരല്ല എന്നൊരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ പ്രകടമാണ്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ ഘടകങ്ങളൊക്കെ അനുകൂലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.